എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയ ഒരു തക്കാളിക്ക മാങ്ങ കറി അങ്ങ് വെക്കാം. കണ്ടോ, നല്ല സുന്ദരമായ ഒരു കറിയാണ്. എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് ഇവിടെ കാണിക്കുകയാണ്. ഒരു ചട്ടി അടുപ്പ് വെച്ച് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞതിലിട്ട് കൊടുത്ത് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നവരെ ഇത് കണ്ടോ, ഇങ്ങനെയൊന്ന് നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ഒരു മുരിങ്ങക്കായ മുറിച്ചതാണ് ഞാനിട്ട് കൊടുത്തത്. മുരിങ്ങക്കായും കൂടി ഇട്ടതിന് ശേഷം അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3 പച്ചമുളക്, ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിക്ക അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ഈ തക്കാളിക്ക് ഒരു 3/4 ഭാഗം വേകണം. ആ സമയം വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ നമ്മൾ തക്കാളിക്ക മാങ്ങയും കൂടെ കറി വെക്കും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം കണ്ടോ, ഇനി ഇത് വെന്തോന്നറിയാനായിട്ട് ഒരു മുരിങ്ങക്കായ എടുത്ത് നോക്കിയാൽ മതി. കണ്ടോ, ഇപ്പം മുരിങ്ങക്കായ വെന്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങയാണ് ഇട്ട് കൊടുത്തത്. ഈ മാങ്ങ ഇടാതെ വേണമെങ്കിൽ ഇത് കറി വെക്കാം, പക്ഷേ എനിക്ക് അല്പം പുളിയുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പുളിക്കുള്ള മാങ്ങയും കൂടെ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. നമ്മൾ മാങ്ങ ആദ്യം ഇടരുത്. ആദ്യം ഇട്ടാൽ നമ്മുടെ തക്കാളിക്കൊക്കെ വേകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മാങ്ങ ലാസ്റ്റ് ഇട്ടത്. ഇനി ഇതിലുള്ള പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് 3/4 ഭാഗം വെന്തിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ വഴറ്റിയോണ്ട് ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇരുന്നാൽ മതി ഇത് വേവാൻ. ഇതിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കാം ഒരു 5 മിനിറ്റ്. ആ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നു. ഒരു 5 അല്ലി, ചെറിയ അല്ലിയാണ്, 5 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞു. നോക്കാം നമ്മുടെ തക്കാളിക്ക വെന്തോന്ന്. കണ്ടോ, നന്നായിട്ടും തക്കാളിക്കൊക്കെ വെന്ത് വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ സമയത്ത് ഇതിന് എന്തുമാത്രം വെള്ളം വേണമെന്ന് അതനുസരിച്ച് ചേർക്കുക. ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുള്ളൂ. കാരണം ആവശ്യത്തിനുള്ള വെള്ളം ഇതിപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് കണ്ടോ, ഇനി അത് മൂടിയൊന്നും വെച്ചില്ല. മൂടി വെക്കാതെ തന്നെ ഞാൻ ഇത് തിളച്ച് വന്നു കഴിഞ്ഞു. ഇതിങ്ങനെ തേങ്ങ നമ്മുടെ അരച്ചതങ്ങ് പതഞ്ഞു വരുന്ന സമയമായപ്പോഴത്തേനും ഇത് റെഡിയായി. കണ്ടോ, ഇനി അധികം ഇതിങ്ങനെ കിടന്ന് തിളയ്ക്കണ്ട, കാരണം തേങ്ങയല്ലേ അത് പിരിഞ്ഞു പോകും. ഇനി ഇതിനുള്ള കടുക് വറുത്തിടാം. ഇതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പ് ഞാൻ വെച്ച് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ 1 സ്പൂണ് ഉലുവയാണ് ഇട്ടത്. ഉലുവയൊന്ന് മൂത്ത് വരട്ടെ. ഉലുവ മൂത്ത് വന്നപ്പോൾ 1 സ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുത്തു. കടുകും പൊട്ടി വന്നിട്ടുണ്ട്.
ഇനി കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെറിയ ഉള്ളി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. ഇതിനി ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഇളക്കി കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഉണ്ടോ, മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇതിന് ശേഷം നമ്മുടെ വാങ്ങി വെച്ചിരിക്കുന്ന കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നല്ല സുന്ദര ടേസ്റ്റോട് കൂടിയ കറിയാണ് ഇതിങ്ങനെ വെച്ചാൽ. കണ്ടോ, നല്ല അടിപൊളി തക്കാളി മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല സുന്ദരമായ കറിയാണെന്ന്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.